ഇതിൽ നിന്നൊരു ബോൾസ് ഉണ്ടല്ലോ, നമുക്ക് എന്നും കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത്. പിന്നെ നമുക്ക് എന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാനൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊരിക്കെങ്കിലും ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അത്രയ്ക്ക് അവരുടെ ബോഡിക്ക് നല്ലതാണേ. അവരെ മുടി വളർച്ചയ്ക്കായിരുന്നാലും പിന്നെ ഈ അനീമിക് വളർച്ചയൊക്കെയുള്ള കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ. നമ്മളെന്തായാലും അയണൊക്കെ കുറവുള്ളവർക്കും നല്ലതാണ് ഈ ഒരു ബോൾസ്. അപ്പോൾ ഇത് ഇറക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ നല്ല ചൂടുകെട്ടുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 കൈപ്പിടി നിറച്ച് തന്നെ അവലാണ് കേട്ടോ, മട്ട അരിയുടെ അവലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൈ അല്പം വലുതായതുകൊണ്ട് തന്നെ അല്പമല്ല കുറച്ച് കൂടുതൽ വലുതായതുകൊണ്ട് തന്നെ വലിയ 2 പിടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതനുസരിച്ചിട്ട് എടുക്കാം എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ 2 കൈപ്പിടി നിറച്ചും തന്നെ അവലെടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കാരണം ഇത് നല്ല ചൂട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അങ്ങനെ അടുക്കി പിടിക്കുന്നോ കരിഞ്ഞു പോകുന്നൊന്നും പേടി വേണ്ട. തുടരെ നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലായിടും ഒരുപോലെ ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഈ ഒരു അവല് ചൂടായിട്ട് നല്ലൊരു മണം വരും ഒന്നെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ പൊടിച്ച് നോക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു അവലിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റൈസ് ഐറ്റംസ് ഉണ്ടല്ലേ, നവരരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടുമല്ലോ, അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വറുത്തെടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ കറുത്ത ഉഴുന്നില്ല, അതായത് തൊലി കളയാത്ത ഉഴുന്നുണ്ടല്ലോ, അത് ഒന്ന് വറുത്തൊന്ന് എടുത്തിരുന്നാലും മതി കേട്ടോ ഇതിന് പകരമായിട്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം എന്ത് വേണമെന്നുള്ളത്. പിന്നെ ഞാൻ ഇതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും കേട്ടോ, ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അവലൊന്ന് മൂത്തൊന്ന് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. വറുത്തെടുത്തിട്ടുള്ള അവലെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം പാനിലോട്ട് തന്നെ കുറച്ച് ബദാമാണ് കേട്ടോ, ഒരു 200 ഗ്രാമോളം ഉണ്ടാവും. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതും കൂടെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ, നമ്മളിത് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു കളർക്കൊന്ന് മാറി വരണം, അതുവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ബദാമും നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതും ഒന്ന് ഒരു അവിലിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ, മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ 250 ഗ്രാം നിലക്കടലയാണ്, കപ്പലണ്ടി ഇല്ലാതാണ് കേട്ടോ. അതും ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ച കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അതിന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. നമ്മൾ വറുത്ത കപ്പലണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു 5-6 മിനിറ്റ് ഒന്ന് വറുത്താൽ മതിയാകും, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിപ്പം പച്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമും അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമൊക്കെ വെച്ചിട്ടാണ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. കരിഞ്ഞു പോകാനും പാടില്ല, ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണമല്ലോ, ഒന്ന് ചൂടായി വരണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലുണ്ട് കേട്ടോ മാറ്റുന്നത്. തൊലി കളയണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം, തൊലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ, അതിന് നല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും കുറച്ച് തൊലിയൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പരന്ന പാത്രത്തിലേക്കൊന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ആ ഒരു തൊലിയൊന്ന് കളഞ്ഞെടുത്താൽ മതിയാകും. പിന്നെ ഇത് ഒരു 1/2 കിലോ എള്ളാണ് കേട്ടോ, കറുത്ത എള്ളാണ്. കറുപ്പിന് പകരമായിട്ട് വെള്ളം എടുക്കാം, പക്ഷേ കറുപ്പിനാണ് കുറച്ചും കൂടെ ഗുണമുള്ളത്. അപ്പോൾ കറുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല അഴുക്കാണ് ഈ ഒരു ഐറ്റംസിൽ. നന്നായിട്ടൊരു 4-5 വെള്ളം ഒന്ന് കഴുകി ഒന്ന് അരിച്ച് ഞാൻ അരിപ്പിലോട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയതിന് ശേഷമാണ് ഇതാവുന്നു ആ ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഒരു എള്ളിൻ്റെ ഒരു വറുത്തെടുക്കുന്നതിൻ്റെ പാകമെന്ന് വെച്ചാൽ ഈ ഒരു എള്ള് നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് പൊട്ടി വരും. അതിങ്ങനെ അരിയൊക്കെ ഇങ്ങനെ പഫായിട്ട് വരില്ലേ, പൊരിഞ്ഞ് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി തുടങ്ങും. ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആ ഒരു ടൈം ആകുമ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചാൽ മതിയാകും. അതുവരെ നമുക്കിതുപോലെ ഇങ്ങനെ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 8-10ഓളം ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമുക്കിതിൻ്റെ അകത്ത് വേണമെങ്കിൽ ചുക്കും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിൻ്റെയൊക്കെ ടേസ്റ്റ് കേട്ടോ. ഞാൻ കുറച്ച് ഏലക്ക മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കപ്പലണ്ടി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നന്നായിട്ട് തൊലി കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. കുറച്ച് തൊലി വെച്ചിട്ടുണ്ട്, ചിലതിലൊക്കെ തൊലി ഉണ്ട്, കുറച്ച് ഏകദേശം ഞാൻ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എള്ളം ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. എല്ലാം ഒന്ന് ചൂടൊന്ന് ആറി വന്നതിന് ശേഷം വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിതാ ആ ഒരു ഉരുളിയിൽ തന്നെ
തേങ്ങ ഞാൻ ഒന്ന് ചിരക്കി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ ഫുള്ളായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങയായിരുന്നേ. അപ്പോൾ അത് ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ഒന്ന് ചിരക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുക്കാം, കുറച്ച് കൂടുതലാണെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം. അപ്പോൾ ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് ചിരകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും നല്ല ചെറുതായിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഒന്ന് തിരിവിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാം ഒരുപോലെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണേ. തേങ്ങ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അതിൻ്റെ കളർ മാറാനായിട്ട് നിൽക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു ഈർപ്പം ഒന്ന് മാറണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എള്ളും ഞാൻ ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഓവർ ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിതരിപ്പോട് കൂടി തന്നെ ഒന്ന് പൊടിച്ചൊന്നെടുക്കാം. അപ്പോൾ അതാ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കരിപ്പട്ടിയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെറിയൊരു അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി കിടപ്പുണ്ടായിരുന്നു സ്റ്റൗവിൽ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ തേങ്ങ അത്രയും ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ശർക്കര പാനി കൂടെ ഒഴിച്ചെടുത്തിട്ട്, പിന്നെ കട്ടിയുള്ള സിറപ്പാണ് കേട്ടോ, ഇങ്ങനെ വെള്ളം പോലത്തതല്ല, കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഒരു സിറപ്പാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് ഉപ്പുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ ചേർത്തെടുക്കാം കേട്ടോ. അതായത് എന്തുപ്പില്ലേ, ഒരു പിങ്ക് സോൾട്ട്, അതുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു നുള്ളി ചേർത്തെടുക്കാം കേട്ടോ. സംഭവം ഞാൻ ഉണ്ടല്ലോ അലിഞ്ഞ് ചേരും എന്ന് വിചാരിച്ചിട്ട് ഒരു നുള്ളി ചേർത്തെടുത്തിട്ടുണ്ട് സംഭവം. പക്ഷേ കല്ലായിട്ടുള്ള ഉപ്പായിരുന്നു കേട്ടോ, അതിൽ റോക്ക് സാൾട്ടായിരുന്നേ. അങ്ങനെയുള്ളത് എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതൊന്നും അരിഞ്ഞില്ലായിരുന്നു. എൻ്റെ എല്ലാം ഞാൻ ഇങ്ങനെ ഉരുട്ടി ബോൾസാക്കി വെച്ച സമയത്ത് എല്ലാത്തിലും ഓരോ ഉപ്പിൻ്റെ കഷ്ണം വീതം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണേ. ഇതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ സാധാരണ ഉപ്പിന്ന് ഒരു അല്പം മാത്രം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് കുറച്ച് നല്ലതാണ് അത് ചേർക്കുന്ന സമയത്ത്. അധികം ഉപ്പിൻ്റെ ടേസ്റ്റ് വരികയും ചെയ്യില്ല, എന്നാൽ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടെ ഒരു ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചൊന്നെടുക്കാം. നമ്മൾ അവരും ആ ഒരു കപ്പലണ്ടിയും എല്ലാം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കൂടെ നമുക്കിനി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം, മൊത്തത്തിലങ്ങ് തട്ടി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ഈ ഒരു ടൈം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. എങ്കിലും ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അത് എല്ലാം ഒന്ന് മിക്സായി വരണമല്ലോ. അപ്പോൾ ആ ഒരു മധുരമൊക്കെ കറക്റ്റ് ആവണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത്തിരി ബലം കൊടുത്തിട്ട് തന്നെ എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചൊന്ന് എടുക്കാം. ആ ഒരു ശർക്കരപ്പാനി കുറവാണ്, വെള്ളത്തിൻ്റെ അംശം കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എങ്കിലും നമുക്കത് കറക്റ്റ് ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല കരിപ്പട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കരിപ്പട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെയുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കുമ്പോഴേ കരിപ്പട്ടിയാണ് കേട്ടോ ഒന്നും കൂടെ ഒന്ന് നല്ലതെന്ന്. പക്ഷേ നല്ല കരിപ്പട്ടി കിട്ടാൻ നല്ല പാടാണ്. നല്ലത് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് കരിപ്പട്ടി എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്ന ഒന്നും കരിപ്പട്ടിയല്ല. എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. പല പ്രാവശ്യം എനിക്ക് നല്ല അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ മുഖ്യ പ്രാവശ്യം ഈ കാപ്പിയൊക്കെ നമ്മൾ കട്ടൻ കാപ്പി ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കരിപ്പട്ടി തിളപ്പിക്കാനായിട്ട് വെക്കുമ്പം അതിനൊരു കരിഞ്ഞ ടേസ്റ്റാണ്. അതായത് ബ്രൗൺ ഷുഗർ പഞ്ചസാര കരിച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ലത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പനഞ്ചക്കര എന്നൊക്കെ പറയും കേട്ടോ, അതിനാണ് കരിപ്പട്ടി എന്ന് പറയുന്നത്. അതായത് ഈ പനയെന്നുള്ള ആ ഒരു അതിൻ്റെ ഇതെടുത്തിട്ട് കള്ളെടുത്തിട്ട് നമ്മൾ പ്രോസസ്സൊക്കെ ചെയ്ത് എടുക്കുന്നതാണ് ആ ഒരു പനഞ്ചക്കര എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ശർക്കര എന്ന് പറയുന്നത് കരിമ്പിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് പിന്നെ ഒരു തടിത്തവിക കൊണ്ട് ഒന്നെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് പാകമാണ് കേട്ടോ, കറക്റ്റാണേ. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാണ്. ഇപ്പം നല്ല ചൂടാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ചൊന്ന് തണുക്കാനും, ഒരുപാട് തണുത്ത് പോകാനും പാടില്ലെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന്
നന്നായിട്ടൊന്ന് ഇളക്കിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തൊടാൻ പാകത്തിനൊന്ന് തണുത്ത് വരട്ടെ. പിന്നെ നമ്മൾ ഈ ഒരു ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറച്ച് നെയ്യ് തടവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് അധികം നമ്മളെ കയ്യിൽ തട്ടാതെ നിൽക്കും. ഇതുവരെ ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. നെയ്യ് നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ നിന്ന് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മളിതിങ്ങനെ ബോൾസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറച്ച് നെയ്യൊന്നിങ്ങനെ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസൊക്കെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയാകും കേട്ടോ. നല്ല പ്രസ് ചെയ്തതിന് ഉരുട്ടിയിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ഷേപ്പാക്കിയിട്ടൊന്ന് വെച്ചാൽ മതിയാകും. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ടുണ്ടേ. കുറച്ച് നമ്മളെ കൈക്ക് ചെറിയ ചൂട് കാണും, എങ്കിലും സഹിക്കാം. അങ്ങനത്തെ പാകത്തിനുള്ള ചൂടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് നല്ല ഷേപ്പാക്കിയിട്ടൊന്ന് വെച്ചാൽ മതിയാക്കും. ഈ ഒരു ടൈമിൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിരിക്കും. കുറച്ചൊന്ന് കഴിയുമ്പോഴത്തുണ്ടല്ലോ ഒന്നും കൂടെ ഒന്ന് ഹാർഡായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാടൊന്നും ഹാർഡല്ല, കടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹാർഡല്ല, എന്നാലും കുറച്ച് പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോകാത്ത രീതിയിലുള്ള ചപ്പിച്ചാൽ ചപ്പൂല അങ്ങനത്തെ ഒരു ഹാർഡിലോട്ട് മാറും കേട്ടോ. നല്ല കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ സംഭവം. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു എള്ളുണ്ടയില്ലേ, അതിനേക്കാളൊക്കെ നല്ലതാണ്, ഒരുപാട് നല്ലതാണ് കേട്ടോ. നമ്മൾ എല്ലാം നമുക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ എല്ലാം നമ്മൾ കഴുകിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ വറുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട്. നമ്മളിങ്ങനെ വീട്ടിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് വലിയവർക്കായിരുന്നാലും മസ്റ്റായിട്ട് നമ്മൾ ദിവസം ഒരെണ്ണം ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ. നമുക്കിതിൽ പല പല ഇൻഗ്രീഡിയൻസ് മാറ്റി മാറ്റി ചേർത്തിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളൂ. ഇത് എന്തായിരുന്നാലും അമ്മമാർ മെനക്കെട്ട് വെക്കുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ എന്തായിരുന്നാലും കഴിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പം നല്ലൊരു നമ്മൾ ഈ ഒരു ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ എന്തുകൊണ്ട് നല്ലതാണ് ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പിൻ്റെ കാര്യം എന്തായാലും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഉപ്പിടുന്ന സമയത്ത് കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. ഞാൻ എന്തുപ്പാണ് എടുത്തത്, പക്ഷേ അത് പൊടിച്ചിട്ടിട്ട് കൊടുക്കേണ്ടതായിരുന്നു. ചെറിയൊരു കടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടല്ലോ നമ്മളെപ്പോഴും പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ സൂക്ഷിക്കുന്നതിനെക്കാട്ടും ഗ്ലാസ് ജാറിലൊക്കെ ഇട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പം ഇത് തണുത്തൊരു സമയത്ത് ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹാർഡല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ മക്കളടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കണം എന്നുള്ളത്. പിന്നെ മോൾക്ക് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവൾ അതേപോലെ അനുസരിക്കുന്നുണ്ട്. കറക്റ്റ് ഡെയിലി ഓരോന്ന് വെച്ച് എൻ്റെ നിർബന്ധത്തിൽ ഓരോന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ മോനാണെങ്കിൽ അവൻ്റെ അടുത്ത് ആരും പറയേണ്ട ആവശ്യമില്ല, അവൻ ഒരു ദിവസം ഒരു 4-5 എണ്ണമൊക്കെ അങ്ങ് കഴിക്കുന്നുണ്ട്. പിന്നെ അവൻ ജിമ്മിനൊക്കെ പോണതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഹെൽത്തി ബോൾസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് എന്തായാലും ചെയ്ത് കൊടുക്കും കേട്ടോ. കഴിക്കാൻ പ്രായമായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി കൊടുക്കൂ. ഒരുപാട് നല്ലതാണ്. അവരുടെ ഈ അനീമിക് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യും ഇങ്ങനെയുള്ള ബോൾസൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഇടണമെന്നൊന്നുമില്ല, പല പല ഐറ്റംസ് നമുക്ക് വെച്ചിട്ട് ഇങ്ങനത്തെ ബോൾസൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എന്തായിരുന്നാലും കുഞ്ഞ് റെസിപ്പിയും കുഞ്ഞു വീഡിയോയിൽ കുറച്ച് വലുതായിപ്പോയില്ലേ ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.